കഴിഞ്ഞ 4 ദിവസമായി ഇറാൻ ഇസ്രായേൽ ബന്ധം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു, ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഉറപ്പായും പറയുന്നു. ഈ 4 ദിവസത്തിനുള്ളിൽ ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 224 പേരാണ്. ഏകദേശം 1277 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 90% സാധാരണക്കാരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയപ്പെടുന്നത്. ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയതാണ് ഈ കണക്കുകൾ. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പറേഷന്റെ IRGC ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ഖസമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാങ്കിലും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ പെടുന്നു. ഇറാന്റെ ആണവ നിലയങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ഈ ആക്രമണത്തിൽ ഇറാന്റെ സയന്റിസ്റ്റുകളും സൈനിക മേധാവിയും ഒക്കെ കൊല്ലപ്പെട്ടതായി ബെഞ്ചമിൻ നെതന്യാഹുവാണ് വ്യക്തമാക്കുന്നത്. ജൂൺ 13 മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ 14 ശാസ്ത്രജ്ഞന്മാരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതായി. കഴിഞ്ഞ ദിവസം മധ്യവടക്കൻ ഇസ്രായേലിലെ വിവിധ ഇടങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ, ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 5 ഉക്രൈൻ സ്വദേശികൾ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടിരുന്നു. 200-ലേറെ പേർക്ക് പരിക്ക് പറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 13ആയി ഉയർന്നിട്ടുണ്ട്. ഇറാൻ ഇസ്രായേലിൽ 270-ലധികം മിസൈലുകൾ പ്രയോഗിച്ചു എന്നാണ് റിപ്പോർട്ട്. ഷിറാനിലെ എണ്ണ സംഭരണശാല കത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇറാന്റെ ആക്രമണത്തിൽ സാധാരണക്കാരും മരിച്ചിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് സാധാരണക്കാരായ ജനങ്ങൾ മുഴുവനും ജീവൻ നഷ്ടപ്പെടുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിൽ നമ്മുടെ ഗൗതം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ഹൈഫ തുറമുഖത്തിന് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഹൈഫ തുറമുഖത്തു നിന്നും സമീപത്തെ എണ്ണ ശുദ്ധീകരണശാലയെയും ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. ഹൈഫ തുറമുഖത്തെയും ഈ എണ്ണ ശുദ്ധീകരണശാലയും ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു ഇറാന്റെ ആക്രമണം. അതുകൊണ്ടാണ് സാധാരണക്കാർ കൂടുതലായും മരണപ്പെടാതിരുന്നത്. തുറമുഖത്തിന്റെ കെമിക്കൽ ടെർമിനലിൽ മിസൈലിന്റെ ചീളുകൾ പതിച്ചതായി തുറമുഖം അറിയിച്ചിട്ടുണ്ട്. തുറമുഖം സുരക്ഷിതമാണെന്ന് അദാനി ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. നാശനഷ്ടമോ ആളപായമോ ഉണ്ടായിട്ടില്ലെന്നും പക്ഷേ ചരക്ക് നീക്കങ്ങൾ കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്നും തുറമുഖവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അദാനിയുടെ പോർട്ടാണ് ഹൈഫ തുറമുഖം എന്ന് പറയുന്നത് ഇസ്രായേലിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണക്കാരെ കൊല്ലാനുള്ള ഈ ഇസ്രായേലിന്റെ തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്നത് തികച്ചും അപലപനീയം തന്നെയാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹമാസിലായാലും ഇറാനിലായാലും സാധാരണക്കാർ തന്നെയാണ് മരണപ്പെടുന്നത്. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്ത് ഇതുവരെ സാധാരണക്കാർക്ക് ആർക്കും ആളപായം സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ നെതന്യാഹു പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇസ്രായേലിലെ സാധാരണക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയതിന് ഇറാന് കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് നെതന്യാഹു പറയുന്നത്. അതേസമയം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ നിലപാടിനെ ഇറാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക ശത്രുതാപരമായ നിലപാട് തുടർന്നാൽ ഇറാന്റെ പ്രതികരണം കൂടുതൽ കടുത്തതായിരിക്കുമെന്ന് പ്രസിഡന്റ് മസൂദ് പെഷെക്സിൻ പറഞ്ഞു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ കുറിക്കുന്നത് ഇതൊന്നുമല്ല. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ചർച്ചകൾ പിന്നണിയിൽ നടക്കുന്നുണ്ടെന്നും ചർച്ചകൾക്ക് ഒരു പുരോഗമനം കാണുന്നുണ്ടെന്നും ട്രംപ് ട്രൂത്ത് പോസ്റ്റിലൂടെ പറഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ തർക്കം പരിഹരിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. അതിനായി തന്നെ ഇറാനും ഇസ്രായേലുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ചർച്ചകൾ പുരോഗമിച്ചു വരികയാണെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്.
മുൻപ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ അതിൽ ട്രംപ് ഇടപെട്ടാണ് സമാധാന ചർച്ചകൾ നടത്തിയതും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള ഒരു വിവരണത്തോടു കൂടിയാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിവരം എക്സ് ഹാൻഡിലിൽ കുറിച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തു, ഒന്നിന്റെയും ക്രെഡിറ്റ് ലഭിക്കാറില്ല എന്നാണ് ട്രംപ് ഈ അവസരത്തിൽ വ്യക്തമാക്കുന്നത്. കുഴപ്പമില്ല, ജനങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് ട്രംപ് പറയുന്നത്. ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്, എല്ലാ നാടകങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ജനങ്ങളാരും മണ്ടരല്ല, മണ്ടന്മാരുമല്ല. അതുകൊണ്ട് എല്ലാ ഇടപെടലുകളും നടക്കുന്നത് എങ്ങനെയാണെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായപ്പോൾ ഇടപെട്ടതും എല്ലാം ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഇനി കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എന്തായാലും ഇപ്പോൾ യുദ്ധക്കണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് ഇറാൻ. ഇറാന്റെ ദൗർബല്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ പഴുതിലാണ് ഇസ്രയേൽ ആഞ്ഞുവെട്ടിയിരിക്കുന്നത്. ഏകദേശം 2 പതിറ്റാണ്ടിലേറെ ആയി നീണ്ടു നിൽക്കുന്ന ഈ നിഴൽ യുദ്ധത്തിന്റെയും 21 മാസമായി തുടർന്ന് ഉള്ള ഉരസലുകൾക്കിടയിലും ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ തിരഞ്ഞെടുത്ത സമയം വളരെ ശ്രദ്ധേയമാണ്. ബദ്ധശത്രുക്കളുടെ അതിന്റെ സൈനിക നയതന്ത്ര ചരിത്രത്തിലെ ഏറ്റവും പരീക്ഷണമായ അവസ്ഥയിലാണെന്ന ഉത്തമ ബോധ്യമാണ് നെതന്യാഹുവിനെ ഈ സാഹചര്യത്തിലേക്ക് നയിച്ചത്. സൈനികപരമായി ഇസ്രായേലിന്റെ ദൗർബല്യം അനാവൃതമാകുന്നതിലെ അപകടം തിരിച്ചറിയുന്നതിനോടൊപ്പം ഇങ്ങനെ ഒരു ആക്രമണം വരാനിരിക്കുന്നുവെന്ന ബോധ്യവും ഇറാൻ ഉണ്ടായിരുന്നെങ്കിലും പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നൊരു കാര്യം ശ്രദ്ധേയമാണ്. കാരണം ഇറാൻ അറിഞ്ഞതുപോലുമില്ല ഇസ്രായേലിന്റെ ആക്രമണം വരുന്നു എന്നുള്ളത്. അവിടെ ഇറാന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം അന്വർത്ഥമാവുകയായിരുന്നു. അതേസമയം ഇസ്രായേലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം കൃത്യമായി ഇറാനിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം ലഭിക്കുന്നുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഒക്ടോബർ 7 ശേഷം ഉള്ള ആ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലാണ് ഓരോ അടിക്കും അതിന് ആനുപാതികമായ തിരിച്ചടിക്ക് ഇറാൻ നിന്നതോ അല്ലെങ്കിൽ അമിതമായ കരുതലിലെടുത്തതോ ആണ് കൂടുതൽ കനത്ത പ്രഹരത്തിന് ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിച്ചതെന്നാണ് ഹമാസ് പറയുന്നത്. അതാണ് ഇസ്രായേലിന് പ്രോത്സാഹനമായത്. ഹമാസിന് പിന്തുണയുമായി ചെറിയ തോതിൽ ഇസ്രായേലിലേക്ക് ഷെല്ലാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഹിസ്ബുള്ളയെ ഒരു പരിധിക്ക് ശേഷം ആഞ്ഞടിച്ച് തകർത്തതോടെയാണ് ഇറാനെ കൈകാര്യം ചെയ്യാനുള്ള ലൈസൻസ് ഇസ്രായേലിന് കിട്ടിയത്. എന്നാൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടപ്പോഴോ തെഹ്റാനിലെ സമുന്നതരുടെ വാസമേഖലയിൽ റവല്യൂഷണറി ഗാർഡിന്റെ സംരക്ഷണത്താൽ കഴിയുന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടപ്പോഴോ വലിയ തിരിച്ചടിയായി ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നു എന്നതാണ് സത്യം. പക്ഷേ തിരിച്ചടി ഒരു പതിഞ്ഞ മട്ടിലായിരുന്നു എന്നാണ് ഇറാന്റെ പ്രതികരണം. ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ച് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുക മാത്രമായിരുന്നു ഇറാന്റെ ലക്ഷ്യം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലാതാക്കാനും തന്ത്രപരമായി ഇസ്രായേൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. ഇതിന്റെയൊക്കെ ഒരു പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ അതിവേഗം നടക്കുകയാണെങ്കിലും പൂർണ്ണതയിൽ എത്തിയില്ല എന്നുള്ളതിന് ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി ജെറ്റുകളുടെ അനായാസ സഞ്ചാരത്തിലൂടെ വ്യക്തമാകുന്നത്. ഇറാൻ കാലങ്ങളായി വളർത്തിക്കൊണ്ടുവന്ന ഇറാന്റെ മേഖലയിലെ നിഴൽ സംഘങ്ങൾ പെട്ടെന്ന് നിഷ്പ്രഭമായതും ഇറാനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ചുരുക്കത്തിൽ കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ഇങ്ങനെ ഒരു സാഹചര്യത്തെ നേരിടാൻ ഇറാൻ തയ്യാറാക്കി വെച്ചിരുന്ന സകല കവചങ്ങളും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഈ സമയം നോക്കി പ്രഹരിച്ചാൽ ഇറാന്റെ ആണവശേഷി തകർക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇസ്രായേൽ അടിച്ചത്. എന്നാൽ ഇറാന്റെ സുപ്രധാനമായ ആണവശാലയാണ് നദൻസ് ഉൾപ്പെടെ ഉള്ള കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്നത്. ടെഹ്റാനിൽ നിന്ന് 225 കിലോമീറ്റർ അകലെയാണ് ഈ നദൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്.
ഇറാന്റെ തന്ത്രപ്രധാനമായ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഇത്. വലിയ ആഘാതമാണ് ഈ കേന്ദ്രങ്ങൾക്കുണ്ടായതെന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ഉയർന്ന നിലയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള സംവിധാനങ്ങളും ഭൂഗർഭ അറകളും അടക്കമുള്ള കേന്ദ്രം അടുത്തിടെ ശക്തിപ്പെടുത്തിയിരുന്നു ഇറാൻ. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് ഉള്ള 14,000 ടൺ സെൻട്രിഫ്യൂജുകൾ ഇവിടെ ഉണ്ടെന്നാണ് 14,000 സെൻട്രിഫ്യൂജുകൾ ഇവിടെ ഉണ്ടെന്നാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ വിലയിരുത്തൽ. ഇറാൻ ഉൽപ്പാദിപ്പിച്ച ന്യൂക്ലിയർ ഫ്യൂവലിന്റെ നല്ലൊരു പങ്കും ഇവിടെ നിന്നുള്ളതാണ്. നേരത്തെയും നദൻസ് കേന്ദ്രത്തെ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരുന്നു. ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് ഇറാന്റെ സ്റ്റക്സ് നെറ്റ് എന്ന കമ്പ്യൂട്ടർ വൈറസിന്റെ ആക്രമണവും 2021 സ്ഫോടനവുമാണ് നടന്നത്, ഇസ്രായേൽ ഇറാനിൽ നടത്തിയത്. പക്ഷേ ഈ അട്ടിമറികൾക്കൊന്നും ഇറാന്റെ ആണവ പദ്ധതിയെ അട്ടിമറിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കേടുപാടുകളൊന്നും ഉണ്ടായില്ലെങ്കിലും റേഡിയേഷൻ ചോർച്ചയൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇറാന്റെ ഇന്റലിജൻസ് മേധാവി വ്യക്തമാക്കുന്നത്. ഭൂഗർഭ അറകളുണ്ടെങ്കിൽ ഏറെ ആഴത്തിലല്ല അത് സ്ഥിതി ചെയ്യുന്നത്. സെൻട്രിഫ്യൂജുകളുടെ മുറി ഭൂമോപരിതലത്തിൽ നിന്ന് ഏകദേശം 50 അടി മാത്രം താഴെയാണ്. പക്ഷേ കനത്ത കോൺക്രീറ്റ് കവചം അതിനെ ആവരണം ചെയ്യുന്നത് കൊണ്ട് ഈ കോൺക്രീറ്റ് കവചങ്ങളെ ഭേദിക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. ഈ സെൻട്രിഫ്യൂജുകൾ ഇനി അങ്ങനെ തകർന്നിട്ടുണ്ടോ എന്നാണ് അറിയേണ്ടത്. അതായത് ഈ മിസൈൽ ആക്രമണങ്ങളിൽ ഈ 50 അടി താഴ്ചയിലുള്ള ഈ കോൺക്രീറ്റ് കവചങ്ങളെ കടന്ന് ഈ സെൻട്രിഫ്യൂജുകൾക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് അന്വേഷിക്കാനുള്ളത്. അതും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇറാന്റെ ഇന്റലിജൻസ് മേധാവി റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ സംഭവിച്ചാൽ റേഡിയേഷൻ ഉൾപ്പെടെ പലതും പുറത്തേക്ക് വരും. എന്നാൽ ഇസ്രായേലിന് ഫർദോ തകരാതെ വിജയമില്ല. ഏറ്റവും കരുത്തുറ്റ പ്രതിരോധ സംവിധാനമുള്ള ഫർദോ കേന്ദ്രം ആക്രമിക്കപ്പെട്ടതായി ഇതുവരെ വിവരമില്ലെങ്കിലും അവിടെ ആക്രമണം നടത്താതെ ദൗത്യം വിജയിച്ചുവെന്ന് ഇസ്രായേലിന് പറയാനാവില്ല. ദീർഘകാലം പുറം ലോകത്തു നിന്ന് ഇറാൻ ഒതുങ്ങി സൂക്ഷിച്ചിരുന്ന ഈ കേന്ദ്രത്തിന്റെ വിശദാംശങ്ങൾ 2009 പുറത്തു വന്നത്. ബോംബ് ഗ്രേഡിലുള്ള 60% യുറേനിയം സമ്പുഷ്ടീകരണത്തിലേക്ക് എത്താനുള്ള അത്യാധുനിക സെൻട്രിഫ്യൂജുകൾ ഇവിടെയുണ്ടെന്നാണ് ഇറാൻ ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ ആത്മീയ നഗരമായ ഈ ഖുമിന് സമീപത്തെ ഫർദോ പ്ലാന്റ് ബലിഷ്ഠമായ മലനിരകൾക്കിടയിലാണ്. അതായത് ഏത് കനത്ത ബോംബിങ്ങിനെയും അതിജീവിക്കാൻ പാകത്തിൽ ഭൂനിരപ്പിൽ നിന്ന് 1 കിലോമീറ്ററോളം താഴെയാണ് ഈ പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടം വിജയകരമായി ആക്രമിക്കാനുള്ള ഒരു സംവിധാനം ഇസ്രായേലിന്റെ പക്കൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കഠിന ശേഷിയുള്ള ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളുടെ നിരന്തര പ്രയോഗം വേണ്ടിവരും ഈ സ്ഥലം തകർക്കണമെങ്കിൽ. US സഹായമില്ലാതെ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഈ ഒരു ദൗത്യം പൂർത്തിയാക്കുന്ന കാര്യം നടക്കില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഈ മലനിരകളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഈ സവിശേഷതകളാൽ തന്നെ തന്ത്രപ്രധാന വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കാനായെങ്കിലും ഇസ്രായേലിന് കഴിഞ്ഞു എങ്കിലും ഇറാന്റെ ആണവശക്തി നശിപ്പിക്കുക എന്നത് ഇസ്രായേലിന്റെ പരമമായ ലക്ഷ്യം വിജയിച്ചു എന്ന് അറിയാൻ നമുക്കിനി ആഴ്ചകൾ വേണ്ടിവരും. അവർ അവിടെ ആക്രമണങ്ങൾ എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ റിസൾട്ട് വരാൻ ആഴ്ചകളോളം ഇനിയും വേണ്ടിവരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഇറാന്റെ ആണവ പദ്ധതിയെ 1-2 വർഷത്തേക്ക് പിന്നോട്ടോടിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഈ ചെറിയ നേട്ടത്തിന് വേണ്ടി ഇസ്രായേൽ കിട്ടിയ വലിയ സന്നാഹമാണ്, ഇസ്രായേൽ കാട്ടിയ ഒരു സാഹസമാണെന്ന് പറയേണ്ടി വരും. ഈ ഒരു സാഹസത്തിന്റെ ഫലം ഒരു പക്ഷേ നീണ്ടു നിൽക്കുന്ന മറ്റൊരു യുദ്ധമായി മാറിയേക്കാം. ഇത് മറയാക്കി ആണവ നിരായുധീകരണ ഉടമ്പടിയിൽ നിന്ന് ഇറാൻ ചിലപ്പോൾ പിന്മാറിയേക്കാം. ഒപ്പം കൂടുതൽ ആണവായുധം ഉണ്ടാക്കാനുള്ള ലക്ഷ്യത്തിനായി രഹസ്യാത്മക പദ്ധതിയിലേക്ക് അവർ നീങ്ങുകയും ചെയ്തിരിക്കാം. യഥാർത്ഥത്തിൽ അത്തരമൊരു സാഹചര്യം തടയാനാണ് ഇസ്രായേൽ ശ്രമിച്ചത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്നാൽ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ
ആ ഇസ്രായേലിന്റെ ഈ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഇറാൻ ആണവ പദ്ധതിക്കെതിരായ നീക്കങ്ങൾ അപ്രവചനീയമാണ്. അങ്ങനെയുള്ള ഒരു ഫലങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 15 വർഷം മുമ്പുള്ള സ്റ്റെക്സ്നെറ്റ് എന്ന കമ്പ്യൂട്ടർ വൈറസ് ഉപയോഗിച്ച് സെൻട്രിഫ്യൂജുകൾ തകർത്ത് നടത്തിയ ആക്രമണങ്ങൾ ആണവ പദ്ധതിയെ 1 വർഷം വൈകിപ്പിക്കാനേ കഴിഞ്ഞുള്ളൂ ഇസ്രായേലിന്. പദ്ധതി തിരിച്ചെത്തിയപ്പോഴാകട്ടെ പഴയതിലും വിപുലമായി കാണുകയാണ് ഉണ്ടായത്. എന്തായാലും ഇസ്രായേലിന്റെ ഇറാനിലേക്കുള്ള ഈ ആണവ പദ്ധതിക്കെതിരെയുള്ള ഈ ആക്രമണങ്ങളൊന്നും ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇറാൻ ഈ യുറേനിയം സംരക്ഷീകരണം നടത്തുന്ന സെൻട്രിഫ്യൂജുകളുടെ നിർണായക ഭാഗങ്ങൾ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ പലതവണ ഇസ്രായേൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയിരുന്നു. പിന്നീടാണ് ആണവ ശാസ്ത്രജ്ഞന്മാരെ ഒന്നായി വധിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം നടന്നത്. അതൊക്കെ താൽക്കാലിക തിരിച്ചടികൾ മാത്രമായിരുന്നു. ഇറാന് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ആക്രമണവും ഇറാൻ അതുപോലെ അതിജീവിക്കുമോ, അതോ ഇറാഖിന്റെയും സിറിയയുടെയും ആണവ പദ്ധതികൾ തകർന്നതുപോലെ ഇവിടെയും സംഭവിക്കുമോ എന്ന് നമുക്ക് ഇനി അറിയാനിരിക്കുന്നതേയുള്ളൂ. ഹുസൈൻ സലാമി എന്ന് പറയുന്ന ഇറാന്റെ സൈനിക മേധാവി, അതായത് തീക്ഷ്ണ വാക്കുകളിൽ പ്രതികരിച്ചിരുന്ന കരുത്തനായ മേധാവിയാണ് ഹുസൈൻ സലാമി. അദ്ദേഹം കൊല്ലപ്പെട്ടതിലൂടെ ഇറാന്റെ സമാന്തര സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന് നഷ്ടമായത് 2019 ഏപ്രിൽ 21 ഏപ്രിൽ 21 ജനറൽ മുഹമ്മദ് അലി ജാഫറിക്ക് പകരക്കാരനായി അദ്ദേഹം റവല്യൂഷണറി ഗാർഡ് മേധാവിയാകുന്നത്. അതുപോലെ തന്നെ ഇറാൻ ആണവ നയത്തിന്റെ ബുദ്ധി കേന്ദ്രമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫരീദുൽ അബ്ബാസി. 2011-13 കാലയളവിൽ അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ തലവനായിരുന്ന അബ്ബാസി ഇറാന്റെ ആണവ സ്വപ്നങ്ങളുടെ കരുത്തായിരുന്നു എന്നും അറിയപ്പെടുന്നുണ്ട്. ഇറാന്റെ അക്കാദമിക രംഗത്തെ പ്രമുഖർ, ആണവ മേഖലയിൽ പരീക്ഷണം നടത്തുന്നവർ, ഗവേഷണങ്ങൾ നടത്തുന്നവർ എന്നിവരെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്താൻ ഇസ്രായേൽ തീരുമാനിച്ചപ്പോൾ ആദ്യ ലക്ഷ്യങ്ങളിലൊന്നായിട്ടാണ് അബ്ബാസിയായത്. ഇവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ അബ്ബാസിയെയാണ് ആദ്യം ഇവർ കൊല്ലാൻ തീരുമാനിച്ചത്, ഇസ്രായേൽ. അതുകൊണ്ട് തന്നെയാണ് 2010 കൊലപാതക ശ്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അബ്ബാസി രക്ഷപ്പെട്ടത്. ഇറാന്റെ ഒരു കരുത്ത് തന്നെയായിരുന്നു ഈ അബ്ബാസി. 1958-11 ഇറാനിലെ അബാദിനിലാണ് ജനനം അദ്ദേഹത്തിന്റെ. ന്യൂക്ലിയർ ഫിസിക്സിൽ ഗവേഷണ ബിരുദമാണ് ഉള്ളത് അദ്ദേഹത്തിന്. ഷഹീദ് ബെഹ്ഷതി സർവകലാശാലയിൽ നിന്നാണ് ന്യൂക്ലിയർ ഫിസിക്സിൽ ബിരുദമെടുത്തത്. 1979 ഇസ്ലാമിക വിപ്ലവ സമയത്ത് തന്നെ റവല്യൂഷണറി ഗാർഡ്സിൽ ചേർന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. റവല്യൂഷണറി ഗാർഡ്സിൽ ബ്രിഗേഡിയർ ജനറൽ പദവിയിലായിരുന്നു ഈ അബ്ബാസി ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഒരു തന്ത്രപ്രധാനമായ കാര്യങ്ങളെല്ലാം വഹിക്കുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. അങ്ങനെ ഇറാന്റെ ഈ സൈനിക മേധാവികളെയും ഈ ഗവേഷകരെയും എല്ലാം ഇസ്രായേലിന് കൊല്ലാൻ സാധിച്ചത് ഇസ്രായേലിന്റെ ഒരു വിജയമായി കണക്ക് കൂട്ടാൻ സാധിക്കുമെങ്കിലും ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ ഗതി എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാൻ സമയം ഇനിയും ബാക്കിയുണ്ട്. ഇറാന്റെ ഈ പതുക്കെയുള്ള ഈ ആക്രമണങ്ങളിലാണ് ഇസ്രായേലിന്റെ പിടിച്ചു നിൽപ്പ്. കൂടാതെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനായി UK, ഫ്രാൻസ്, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് യുദ്ധസാമഗ്രികൾ ലഭിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അവർ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇറാനും തിരിച്ചടിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പോക്ക് ഇങ്ങനെ പോയാൽ ഒരു പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഒരു യുദ്ധമായി തന്നെ, ഒരു യുദ്ധഭീതിയിൽ ആയിത്തീരുമോ എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാവരും തന്നെ. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. യുദ്ധഭീതിയിലുള്ള ജനങ്ങളെല്ലാം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം ചേർന്ന് ഈ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങളെ സമാധാനപ്പെടുത്തേണ്ടതും സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ തുനിയിപ്പിക്കേണ്ടതും നമ്മുടെ ഐക്യരാഷ്ട്രസഭ പോലുള്ള സംഘടനകളാണ്.
എന്നിരുന്നാലും തമ്മിലടിപ്പിക്കാനുള്ള ചില ക്ഷുദ്രശക്തികൾ നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ യുദ്ധം തുടരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.